അപ്പോഴേ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളെ അൻവർ കാക്കാന്റെ വീട്ടിലാണ്. അൻവർ കാക്കാന്റെ വീട് വേറെ എവിടെയല്ല, നമ്മളെ ഇവിടെ ഉണ്ണിയാല് പഞ്ചായത്ത് 1-ാം വാർഡ് തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാ 1-ാം വാർഡ് നിറമരുതൂർ പഞ്ചായത്ത് 1-ാം വാർഡ് പുതിയ കടപ്പുറം ഭാഗത്താണ് അൻവർ CP. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അൻവർ കാക്കാൻ്റെ വീട്ടിലുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു അസൽ സാധനം വരെ കിണറ്റിൽ ചാടിയിരിക്കുന്നു അല്ലേ? കിണറിൽ ഇട്ട് വളർത്തിയതാണോ എന്ന് അറിയില്ല, എന്തായാലും ആള് ചാടിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് പാമ്പിനെ പിടിക്കാൻ ഒരാളെ ഹെൽപ്പും വേണ്ട. നിങ്ങൾ ഇൻസൾട്ട് ചെയ്യല്ലേട്ടാ. അതായത് അതല്ല, പാമ്പിനെ പിടിക്കാൻ പൊതുവെ ഒരുപാട് ആൾക്കാർ ആവശ്യമില്ല. പക്ഷെ എനിക്ക് കാണാൻ നിങ്ങൾ വേണം, പിന്നെ സാധനങ്ങൾ എടുത്തുതരാനോ ഇതിനൊക്കെ നിങ്ങൾ എന്തായാലും വേണം. പാമ്പിനെ പിടിക്കാൻ ഞാൻ വേണം. അപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് റെസ്ക്യൂക്ക് പോവല്ലേ? ഇത് നമ്മളെ നാട്ടുകാരാട്ടോ. എന്റെ ദാവൂദ്, ഇവിടെ ഒരു കാണിക്കാക്കുണ്ട്. ഇത് നമ്മളെ ചങ്കുണ്ടിട്ടോ ഇവിടെ. ഒരു നിലവിളി ശബ്ദമാണല്ലോ അടുത്താണ്. ഹലോ ചേച്ചി ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്, ആരും ശല്യം ചെയ്യണ്ട. എന്താ ചേച്ചി? എവിടെയാണ്? എവിടെയുള്ള സാധനം? എവിടെ ഉള്ളത്? ആയിക്കോട്ടെ, എന്നാ നിങ്ങളൊന്ന് നോക്കി നോക്കി, ഞാൻ ഇറങ്ങാം. ഇതാ ഇവിടെ പൂക്കലൊക്കെ ഭാഗത്തുണ്ട്, പൂക്കല് തിരൂരാ ഭാഗത്തുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ നിങ്ങള് ആയിക്കോട്ടെ. ഓക്കെ. നമ്മൾ അടുത്ത കോള് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നമുക്ക് അടുത്ത കോള് വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പിടിക്കണോണ്ടല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാളെ ഈ കണ്ടിൽ കണ്ടിട്ടാളില്ലേ കോഴി കളിക്കുന്നില്ലേ? നല്ല മുറുകേശാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പിടിക്കാം. പിന്നെ അല്ല, നമുക്ക് അത് എടുത്തോണ്ട് ഈ പാവം ഇതൊന്നും മതി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഈ പൈതങ്ങളെ കണ്ടുകൊണ്ടേക്കോളൂ. അങ്ങോട്ട് ഓടുന്ന പണ്ടങ്ങളെ പാമ്പിനേറ്റ് വരുമ്പോ ഒന്നും കൂടി ബാക്കിൽ തിന്നാ മതി. വരാൻ വെയിലുള്ളത് അങ്ങോട്ട് മാറുന്നുള്ളൂ, അവിടുന്ന് പിടിച്ചിട്ട് വരാൻ നമ്മൾ. പിന്നെ നമുക്കിത് എത്തോ നമ്മള് വേണ്ട. നമ്മൾ പാമ്പിനെ പിടിച്ചിട്ട് മിക്കവാറും ഇങ്ങോട്ടാവും ഇടുക. അപ്പൊ എനിക്ക് ഇവിടുന്ന് മാറി തരണം. കബുത്താടെ പോയി അവിടുന്ന് കാണാൻ പറ്റും. ഇതിന് പൊക്ക കിട്ടി. ഇത് തൊടു, വെള്ളം തൊടു. നോക്കിയാ വെള്ളം തൊടു. നോക്കാം, ഒരു കൊക്ക കിട്ടിയോ? നോക്കട്ടോ ചേച്ചി, കറക്റ്റായിട്ട് എടുക്കും. വെള്ളത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് അറിയണ്ട, കുറച്ചുകൂടി വലിപ്പുണ്ടാവും. വെള്ളത്തിലാവുമ്പോ നമുക്ക് കറക്റ്റ് അറിയില്ല. മിക്കവാറും ഇതിനുള്ളിൽ കൂടെ ചാടിയതോ? ഇവിടെ ഒരു ഹോൾ ഇതാ. അല്ല, അത് പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ കുറച്ചൊരു വലിപ്പമുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് ഇങ്ങനെ അങ്ങോട്ട് കയറാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും തൂക്കിയിട്ട് കയറെന്തെങ്കിലുമൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മേൽക്കൂടി വരാൻ സാധ്യത. വെറും മുറുകനാണ്, അട്ടണി മുറുകനാണ്. അതായത്
അങ്ങനെ ഒരു 8 അടി മൂർഖൻ എന്ന് പറഞ്ഞ ഒരാളില്ല. നമ്മളിവിടെ നമ്മളിങ്ങനെ കുഞ്ഞുട്ടി മോന് കുഞ്ഞോന് എന്നൊക്കെ വിളിക്കണായി പാമ്പിന് നമ്മൾ ഓരോ പേരുകളിട്ട് വിളിക്കുക. അതായത് കറുത്തിട്ടുണ്ടായ കരിമൂർഖൻ എന്ന് പറയും, കുറച്ച് നിറമുണ്ടായ പുല്ലാനി മൂർഖൻ എന്ന് പറയും, കുറച്ച് വെള്ള കളറാണെന്നുണ്ടെങ്കിൽ വെള്ള വെമ്പാലെന്ന് പറയും, കൈതമ്മ കയറിയ കൈതമൂർഖൻ എന്ന് പറയും. ഇങ്ങനെ ഓരോ പേരുകൾ നമ്മൾ പറയുന്നു. ഒക്കെ മൂർഖൻ, കോബ്ര, അവര് ലെവൽ പോവാണേ പരിപാടി. ഞാൻ ആയിക്കോട്ടെ, പൊരിച്ചേക്കണ്ട് ഇവിടെ. ഇവിടെ പല ആൾക്കാരും പെണ്ണുങ്ങളൊക്കെ ഈ കെഞ്ചിൽ തന്നെ ഇടാൻ നിൽക്കുന്നുണ്ട് അല്ലേ? പെണ്ണുങ്ങൾ ഉണ്ടായിട്ടല്ല ഞാൻ അവിടെ നിന്ന് വന്ന് പിടിക്കേണ്ടി വന്നായി ആൾക്കാർ. പിന്നെ ഇങ്ങോട്ട് കൊടുത്തിടാ, ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ നിൽക്കരുത്, അങ്ങോട്ട് പോയി ഞാൻ കണ്ടാണ് ഇടുക. കണ്ടിടുമ്പോ നിങ്ങൾക്ക് പ്രശ്നമാവും. എവിടേക്കാ പാമ്പ് പോയാന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്ക്. ദുൽമുണ്ടാക്കേ മാറിക്കണട്ടോ. ഇത് പാമ്പ് ഇവിടെ ഒറ്റ ചാട്ടോ. നമുക്ക് നിങ്ങൾ പൊന്തി വരുമ്പോ ഇവിടുന്ന് മാറേ. തുണിയൊന്നും പൊന്തിക്കണ്ട, തുണി പൊന്തിച്ചാലോ പൊന്തിച്ചാൽ സീനാട്ടോ. മാക്സിക്കാരൊക്കെ ശ്രദ്ധിക്കുക, മാക്സി പൊക്കി ഓടാനുള്ള ടൈമൊക്കെ കിട്ടും ചിലപ്പോ. മുന്നേ കിട്ടിയ കൈ കൊടുത്ത തന്റെ ഒച്ച മേലെ കയറ്റി ഇല്ലാതെ നമ്മള് വേറെ ആൾക്കൂട്ടാ പരിപാടി വേറെ എടുക്കും. മൂപ്പർക്ക് കുറച്ച് ടൈം കൊടുക്കുവാണ്. എന്നിട്ട് 30 അടങ്ങിയിരിക്കണത് ഇയാളെ ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി പിടിക്കും കേറിയില്ലെങ്കിൽ അല്ലേ? പൊക്ക് പൊക്കാണല്ലേ അവ അവിടെ കിടന്ന് ആത്മഹത്യക്ക് ശ്രമിക്കണം. ഒഴിവാക്കി പലിച്ചടിക്കും. ഇനി നമുക്ക് ഒരു ദൗത്യം കഴിഞ്ഞില്ലേ? നമ്മൾ അടുത്ത ദൗത്യം നമ്മളെ കൊലച്ചിൽ കെട്ടി ഇറക്കലാണ്. അതിലും പറ്റിയില്ലെങ്കിൽ നമ്മൾ തീ കെടുത്ത് ചാടും. ഈ പാമ്പ് കടിച്ചാൽ ഉടനടിയുള്ള വല്ല ചികിത്സ? ഉടനടി ഒരു ചികിത്സയില്ല. രോഗിനെ സമാധാനപ്പെടുത്തിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ മന്ത്രിച്ചൂതൽ അതൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഡേഞ്ചറാണ് പാമ്പ് കടി എന്നുള്ളത്, അതാദ്യം മനസ്സിലാക്കുക. അത് നമ്മൾ മന്ത്രിച്ചൂതിട്ടോ അല്ലെങ്കിൽ പച്ചമരുന്ന് കലക്കി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കൊലച്ചിലാണോ? ആ കൊലച്ചിലും കുറച്ചൊരു കിട്ടിയാ കൊലച്ചിലെടുക്കാൻ പോയാ 20 വർഷം മുമ്പ് എന്റെ കടിച്ചതാണ്. ഹലോ അപ്പൊ അന്ന് ആരാ എന്തുപറ്റി? എവിടെയാണ്? സിറ്റി ഹോസ്പിറ്റലിൽ. ഓക്കെ, നിങ്ങൾ മനസ്സിലായി. നിങ്ങളെ ഇന്നലെ വന്നിരുന്നു നായ പാത്രം തലയിലിട്ടെന്ന് അറിഞ്ഞിരുന്നു. അത് ഞാൻ കൗൺസിലറോ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് പറയാൻ പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് സൂചിപ്പിക്കും. ആ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമ്മൾ വന്നിട്ട് എടുക്കും കേട്ടോ. ഇവിടെ എനിക്കൊരു പീസ് കയർ കൂടി തരണം കേട്ടോ, നമുക്ക് എത്തൂല. കൊച്ചിലെടുത്തില്ല ആ കയറില്ല, ആ കയറിന്റെ വരും. തെങ്ങമ്മ കയറിന്റെ കൂട്ടി കേട്ടാ അതെത്തി മറ്റേ കൂടി വന്നതാ. പാമ്പിനെ മനസ്സിലാവാത്തോണ്ടിട്ട് ചേരാന്ന് പറഞ്ഞിട്ട് പലരും അതല്ല പലരും ഇതിന് ശ്രമിക്കാൻ ഭയങ്കരമായ അബദ്ധം നടക്കുന്നല്ലേ? ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് പാമ്പിനെ അറിയാതെ ഒരിക്കലും പാമ്പിനായിട്ട് കളിക്കരുത്. ഒന്നാമത് വെള്ളത്തിൽ അകപ്പെട്ടിട്ട് ആകതായി നിൽക്കുന്നു. അവ മാക്സിമം കടിക്കാനേ നോക്കുള്ളൂ. ഇവിടെ വന്ന് പരമാവധി ചേരാന്ന് പറഞ്ഞപ്പോ നമ്മള് സമ്മതം ആള് വന്നിട്ട് ഇതൊക്കെ പാമ്പിനെ അറിയാൻ പറ്റുന്ന ആളെന്നെ അത്ര വേണ്ട, തെറിച്ച് നിൽക്കണോ ഇത് കൂടി കൂട്ടി കെട്ടിക്കുന്നുണ്ട്. ഇവിടെ പോയി ആത്മഹത്യ ചെയ്തു. പക്ഷെ പോയി
നമ്മളെന്തേലും പറഞ്ഞതിന് ശരിയാണ് പെട്ടു എന്ത് പോയാ നിങ്ങൾ ഉദ്ദേശിക്കണേ? ചേർത്തന്റെ വടിയ വേണ്ടേ? അല്ല നമ്മളെ സാധനം നോക്കട്ടെ, എന്താ നോക്കട്ടെ. ടോർച്ച് വേണോ ചോദിച്ചാ? അങ്ങോട്ട് വേണോ? കുറച്ച് വേണം, കുറച്ച് വേണം. ടോർച്ച് വേണോ? ഫോണിടാ പോക്കറ്റിൽ. ആ, കുഴപ്പമൊന്നുമില്ല. അതല്ല ചേച്ചിന്റെ ആ ഒരു കൊക്ക. അതെത്തൂല. ഈ സൈഡിൽ കുടിക്കാം, ഈ സൈഡിൽ കുടിക്കും. കണ്ടിന്റെ ക്യാമറമാൻ പോയി ഇങ്ങനെ വന്നാ വരാൻ കാത്തിക്കായിരുന്നില്ല ജി. ആളുകളുടെ മേലേക്ക് വന്നില്ലേ? നാളെ കളിയാക്കി ജി ദിമ കയറടി എന്നാല് പെണ്ണാണല്ലേ? ആ പിന്നെ നിന്റെ കൊക്ക തരാൻ പറയും. ടോർച്ച് മേടിക്കാൻ വേണ്ടി ബാബ ഇതാ ഞാൻ ഇത് വേണേ ടൈറ്റായി കുടിച്ചോളാം. ഇത് വിട്ടോ ഈ ടോർച്ച് ആരാണ്? ഒന്നും കൂടി പോക്കറ്റില്ല ട്രൗസറൊക്കെ ഇട്ടില്ലേ? മെല്ലെ പൊക്കട്ടെ. നിങ്ങൾ പൊക്കൂല, മെല്ലെ പൊക്കി പൊന്തിച്ച് കുടിക്കാനാണ്. വില പൊന്തിച്ച് കുടിച്ചതിന്റെ ഒരു ലെവല് കിട്ടേ. ഇത്ര ടൈം വെള്ളത്തിന്റെ അടിയിൽ നിൽക്കാൻ പറ്റില്ല. കുളിക്കാറ്റ് കൊള്ളണല്ലേ? ഇത് കണ്ണാണ് വൈകി പോണത്. തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല അല്ലെ? എന്തൊരു കയറാത്തോണ്ട് കയ്യേറ്റ് പിടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ തിരിച്ച് എടുക്കാതെ. അതെ കെട്ടണത് ആ കെട്ടണോ? അല്ല കയറ് കെട്ടണ. കയറ് കിട്ടിയാ നമുക്ക് കിട്ടിയെന്നല്ലേ? കെട്ടിയാണ്ട് പൊന്തിക്കരുത്. നമുക്ക് ഒരു കാര്യം പറയുകയും ഇല്ലാത്തോണ്ടാണ് നമ്മളിത് ചെയ്യണത്. പുതിയ ചാക്കാണ്ടോ അത്? അല്ല നമുക്ക് തൽക്കാലം വിട്ടിട്ടേ. എവിടെ നമ്മളെ കയറൂടെ? ഇത് വേണ്ടല്ലോ, പൈപ്പ് വേണ്ടല്ലോ. ഞങ്ങളുടെ പൈപ്പ് വേണ്ട, നമുക്ക് ഇതിലിട്ടിട്ടേ. ഇതാ കയറാ. ഇതിലിട്ടതിന് ശേഷം കയറാതെ കൊക്ക ഇവിടെ കൊളത്തി കുഴപ്പമില്ല. കല്ല് വേണേ? പ്രോത്സാഹനം. ഇത് കല്ല് തരട്ടെ? ആ കെട്ടത്ര തൽക്കാലം തടഞ്ഞു വെക്കാം. എട്ടാ താഴെ വീട്ടിൽ പോവോ? ഓട്ടാക്കിക്കളാ ഇല്ല. ഇല്ലാതെ. ഹൈ, പോയി. അത് കെട്ടാതെ പോയി ഇപ്പോഴാ ഇല്ലാതെ പോവില്ല. ആ കൊളത്തോട്ട് ഓട്ടാക്കൂടെ? ആ. വലിച്ച ഊരി വരുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മള് വരണത് നമ്മള് പിടിച്ച് കെട്ടൂലേ? ഓക്കെ ആയില്ലേ? മുപ്പര് പോയില്ലേ? വരണത് താത്തി പിടിക്കട്ടാ, താത്തി പിടിക്കാൻ. കെട്ടും കൂടി അത് വന്നോ. താത്തി പിടിക്കാം. പിണങ്ങി നടക്കണേ. വേണമെങ്കിലോ കുറവായാലോ അത് കണ്ടിട്ടേ. അതാ നമ്പറാണോ നോക്കുക ഫോണൊന്ന്? നിങ്ങൾ തന്നെ സൈഡിലാ ജലീലാണ് ജലീല് തൽ ജലീല് ഇപ്പൊ എന്ത് വിളിക്കുന്നത്? ഞാൻ ജലീൽ ഇവിടെ മാറ്റി പിടിക്കാൻ ഞാൻ എന്ത് പറഞ്ഞത് മറന്നകളി. പൊന്തിക്കേ പൊന്തിക്കേ ഞാൻ പറയാം. ഇറക്കിയാൽ പൊന്തിക്കേ. സ്ട്രോങ് അല്ലല്ലേ? ശ്രദ്ധിച്ചേട്ടാ. ചാക്ക് ചേച്ചിനെ ചാക്കിന്റെ നല്ല ശ്രദ്ധിച്ച് ചെയ്തോട്ടോ. കിണറ്റിലായതുകൊണ്ടേ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ. ഒന്ന് അങ്ങോട്ട് മാറ്റിക്കാണി. ചാക്കേ എന്താ പിടിച്ചാ?
താത്തി കൊടു താത്തി പാത്ത് താത്തെ ഓക്കെ ചേച്ചി വലിക്കരുത് താത്തി പിടിച്ചോ ചേച്ചി വന്നിട്ട് വലിച്ചോളൂ ഇതൊന്ന് പിടിച്ചോ വീഡിയോ പിള്ളേർ മാറി പിള്ളേർ മാറിക്കാട്ടെ എല്ലാവരും മാറിക്കാട്ടെ എട്ടടി മുതൽ വിട്ട് വണ്ണ പടി ചേരാന്ന് പറഞ്ഞ ആളാണ്. പിടിച്ചോട്ടോ ആ പൊന്തിച്ചതിന്റെ അടുത്തേക്ക് വരും ചിന്തിക്ക് മാറിക്കണോ പൊന്തിക്കരുത് അല്ല കേറിക്കൂടി പണ്ട് ആ കറക്റ്റ് സ്റ്റൈലായതുകൊണ്ട് അതോടെ കൊണ്ട് കളി തിരിഞ്ഞു വേണ്ടല്ലേ നമുക്കില്ലേ? ഇവിടുത്തെ മാറിക്കാം മാറി ഇവിടുന്ന് മാറിക്കോട്ടെ. ഇവിടുത്തെ മാറി ഇവിടുന്ന് മാറിക്കോട്ടെ. ഇങ്ങോട്ട് വന്ന ക്യാമറ അങ്ങോട്ട് പോയി. ഈ കാലം നമ്മളെ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് യാത്ര ചെയ്യിക്കാൻ നമുക്കൊരു വിഷമമുണ്ട്. എന്നാലും മാറണം ബാക്കിൽ നിന്ന് മാറണം ബാക്കിൽ നിൽക്കരുത് നിങ്ങൾ അങ്ങനെ ചലിക്കുമ്പോ എന്താ വെച്ചാൽ ഇത് കേറൂല ചെറുപ്പം മുതൽ നമ്മോട് കളിച്ചു വളർന്നു. കുടുംബക്കാരുണ്ടോ അവിടെ? കഴിഞ്ഞില്ലേ പൊന്നോ അപ്പോഴേ ചില സാങ്കേതിക കാരണം കൊണ്ട് നമുക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ നമ്മൾ ഇറങ്ങാതെ മാക്സിമം നോക്കിയതാണ് പക്ഷെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം പാമ്പ് താഴോട്ട് പോവുകയാണ് നമുക്ക് കിട്ടണില്ല കാരണം ഇവിടെ നിന്നൊന്നും അത് കാണുന്നില്ല പിന്നെ അടിയിലോട്ട് പോയ പാമ്പ് തീരെ അങ്ങോട്ട് പൊന്തണില്ല പിന്നെ നമ്മൾ ഇറങ്ങിയത് ചെറിയ കിണറായതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എന്തായാലും നമുക്ക് സഞ്ചിയിലൊന്നും പിടിക്കാൻ പാടില്ല എന്നാലും നമ്മൾ അവിടുന്ന് അങ്ങനെ പിടിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊലച്ചിലിട്ട് നോക്കി അതേപോലെ തന്നെ നമ്മൾ തോട്ടിയിട്ട് നോക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടാഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ വേറെ ഇറങ്ങിയതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയിട്ട് കുറേ നേരമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ എന്തായാലും നമ്മളെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഇതുവരെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്തായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ അപ്പോൾ ഓക്കെ നമ്മൾ നിർത്തുകയാണ് ഇനി ഒന്നും പറയാനൊന്നുമില്ലല്ലോ നാട്ടുകാർക്കൊന്നും ഞങ്ങൾ വിളിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഇവിടെ എത്തി. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. ആയിക്കോട്ടെ താങ്ക് യു നമ്മളെ ക്യാമറമാൻ ഉണ്ട് കേട്ടോ അവന് വേറെ വീഡിയോ എടുക്കുകയാണ് എന്തായിരുന്നു ക്യാമറമാൻ്റെ പേര് കുട്ടാ അസ്ലാം കാക്കായിരുന്നു കേട്ടോ നമ്മൾ അന്നത്തെ ക്യാമറമാനെ സെറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മൾ നിർത്തുകയാണ് ഓക്കെ താങ്ക് യു